Welcome to BSc Complementary Physics S3 31st lecture Fiber Optics. Today's topic is fiber optics for Complementary Physics Semester 3. And the first question is what is optical fiber? What is optical fiber? You see the diagram of the fiber. In the first figure, its construction is shown. In the second figure, the path of the light ray through the fiber is shown. Optical fiber is a light pipe or a guiding medium of light. Optical fibers work on the principle of total inter reflection. അപ്പോൾ ലൈറ്റ് കടന്നു പോകാനുള്ള ഒരു ലൈറ്റ് പൈപ്പായിട്ട് വേണമെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ കരുതാം. നമുക്കറിയാം ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ട്യൂബിനകത്ത് കൂടി നമ്മൾ ലൈറ്റ് അയക്കുകയാണെങ്കിൽ ട്യൂബ് ബെൻഡാണെങ്കിൽ ലൈറ്റ് ബ്ലോക്കായി പോകും. അല്ല ഒപ്റ്റിക്കൽ ഫൈബർ ഒരു ലൈറ്റ് പൈപ്പ് ആണെങ്കിലും അത് ബെൻഡ് ചെയ്ത് കിടന്നാൽ ലൈറ്റ് അതിനകത്തൊരു കടന്നു പോകും. ഫൈബർ ബെൻഡാണെങ്കിലും അതിനകത്ത് കൂടി ഈ ലൈറ്റ് കടന്നു പോകും. അങ്ങനെ ലൈറ്റിനെ കടത്തി വിടുന്ന ഒരു ലൈറ്റ് പൈപ്പിനെ വേണമെങ്കിൽ നമുക്ക് ഫൈബർ എന്ന് പറയാൻ വളരെ തിന്നാണത്. ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് എ ലൈറ്റ് പൈപ്പ്. നമ്മൾ കൊട്ടേഷനകത്ത് കൊടുത്തിരിക്കുന്നത് അത് വളരെ തിന്നാണ്, ഒരു ത്രെഡാണ്. ലൈറ്റ് പൈപ്പ് ആസ് എ ഗൈഡിങ് മീഡിയം, ലൈറ്റിനെ കടത്തി കൊണ്ടുപോകുന്ന ഒരു ഗൈഡിങ് മീഡിയ. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നുള്ളതിലാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഫൈബറിൽ രണ്ട് പാർട്ടുണ്ട് നോക്കുക. ഇപ്പോൾ ആദ്യം കാണുന്ന പടം ഫിഗർ എ, അവിടെ ഫൈബറിന് ഒരു ഇന്നർ പാർട്ടുണ്ട്, കോർ എന്ന് പറയും. ഔട്ടർ പാർട്ട് ക്ലാഡിംഗ് എന്ന് പറയും. രണ്ടും ഗ്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും പ്ലാസ്റ്റിക് ആയിരിക്കും. കോറിന് ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ക്ലാഡിങ്ങിന് താഴ്ന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. കോർ ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ക്ലാഡിംഗ് ഹാസ് എ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ കോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.48 ആൻഡ് ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.45. ഇപ്പോൾ ലൈറ്റ് ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ലൈറ്റ് അണ്ടർഗോസ് TIR, total internal reflection, at the core cladding interface repeatedly and is transmitted. In the figure B, core is shown, cladding is shown. Core has higher refractive index. N1 is the refractive index of core and N2 is the refractive index of cladding. So it works upon total inter reflection. That is, when a ray of light travels from a denser medium to a rarer medium and is incident at an angle greater than the critical angle, the light gets totally and internally reflected. Modern optical fibers are made of glass, plastic, etc. But total internal reflection ആണ് ഈ ഫൈബർ വർക്ക് ചെയ്യുക. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ലൈറ്റ് ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ വലിയ ആംഗിൾ പതിക്കുകയാണെങ്കിൽ ആ ടോട്ടലി ഇൻറ്റേർണലി ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. റിപ്പീറ്റഡ് TIR. പുതിയ ഫൈബേഴ്സ്, ഇക്കാലത്ത് ഫൈബേഴ്സ് നിർമ്മിക്കുന്നത് കൂടുതൽ പ്ലാസ്റ്റിക് കൊണ്ടാണ്. ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കാം, പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കാം. ഹെയർ തിന്നാണ് ഓരോ ഫൈബറും. മുടി 4 ഇഴയുടെ വണ്ണം മാത്രമേ കാണുള്ളൂ. എ ഗ്ലാസ് ഫൈബർ ക്യാൻ ബി മെയ്ഡ്. ഒരു ഗ്ലാസ് ഫൈബർ എങ്ങനെ നിർമ്മിക്കും? എ ഗ്ലാസ് ഫൈബർ ക്യാൻ ബി മെയ്ഡ് ബൈ കോട്ടിംഗ് എ തിൻ ലെയർ ഓഫ് ഗ്ലാസ് ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് on a glass fiber of high refractive index. The main parts of the optic fiber are 1. Core. ആ കോർ എന്നുള്ളതിൽ C മിസ് ചെയ്തിരിക്കുകയാണ്. 1 കോർ കേട്ടോ. കോർ എന്നുള്ളതിൻ്റെ C മിസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 1 core, 2 cladding. The main parts of an optical fiber are 1 core, 2 cladding. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ, ഒന്നാമത്തെ കോറാണ്, COR, C ചേർക്കുക. രണ്ടാമത്തെ ക്ലാഡിംഗ് ആണ്. കോറ് ഇന്നർ പാർട്ടാണ്, ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലാഡിംഗ് ഔട്ടർ കവറിംഗ് ആണ്, ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. രണ്ടും ഗ്ലാസിൻ്റെതാണ്, അല്ലെങ്കിൽ രണ്ടും പ്ലാസ്റ്റിക് ആയിരിക്കും. Core is the inner part of the fiber and cladding is the outer part. The refractive index of core is higher than that of cladding. When light strikes at the core cladding interface,
it undergoes total internal reflection. It is evident. കോർ ഇന്നർ പാർട്ടാണ്, ക്ലാഡിങ് ഔട്ടർ പാർട്ടാണ്. കോറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. കോർ ക്ലാഡിങ് ഇൻ്റർഫേസിൽ ലൈറ്റ് പതിക്കുമ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടായിട്ട് അത് കോറിനകത്തേക്ക് റിട്ടേൺ ചെയ്യും, അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി ഫൈബറിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഫൈബേഴ്സ്, ടൈപ്സ് ഫൈബേഴ്സ്. രണ്ട് തരം ഫൈബറാണ്. വൺ ഈസ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആൻഡ് അതർ ഈസ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആൻഡ് സെക്കൻഡ് ഈസ് green fiber, green, GRIN, that we call it as graded index fiber. There are different types of optical fibers. They can be classified according to their refractive index as step index fiber and graded index fiber. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ഒന്നാമത്തേനെ നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയും, രണ്ടാമത്തേനെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയും. അപ്പോൾ രണ്ട് തരം ഒപ്റ്റിക്കൽ ഫൈബർ, ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, രണ്ടാമത്തെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം യൂസ്ഡ്, വി ക്ലാസിഫൈ ദ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഇൻടു ടു. വൺ ഈസ് കോൾഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ and other is the graded index fiber. The first one is step index fiber. ഇപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ വരച്ചിരിക്കുകയാണ്. ഫിഗർ നോക്കുക. ഇത് ഇന്നർ പാർട്ട് ഇസ് കോർ, ഔട്ടർ കവറിങ് ഇസ് ക്ലാഡിങ്. ആ ഷെയ്ഡ് തന്നെ ഔട്ടർ കവറിങ്. ഇത് സിലിണ്ടറിക്കലാന്ന് ഓർത്തോളാം. അപ്പോൾ ഇന്നർ കോർ ഔട്ടർ കവറിങ് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിന് കൂടുതലാണ്, ക്ലാഡിങ്ങിന് കുറവാണ്. അതാണ് നമ്മളിവിടെ ഗ്രാഫ് പോലെ സൈഡിൽ കാണിച്ചത്, റൈറ്റ് സൈഡിൽ കാണുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. ഇപ്പോൾ വലത്തോട്ട് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ വ്യാപിച്ചാൽ നോക്കിയേ, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ക്ലാഡിങ്ങിൻ്റെ N2. അപ്പോൾ നമ്മൾ നടക്കുന്നത് പുറത്തേക്ക് പോവുകയാണ്, R വെച്ച് റേഡിയസ് വെച്ച് പുറത്തേക്ക് പോവുകയാണ്. ആ കോറിൻ്റെ ഭാഗത്ത് ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ക്ലാഡിങ്ങിൻ്റെ ഭാഗത്ത് താഴ്ന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആ കോർ ക്ലാഡിങ് ഇൻ്റർഫേസിൽ അവ രണ്ടും ആ സെപ്പറേറ്റ് ആകുന്ന സ്ഥലത്ത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു സ്റ്റെപ്പുണ്ട്, ഒരു പടി പോലെയാണ് നിൽക്കുന്നത്. എപ്പോട്ട് നോക്കി പെട്ടെന്ന് N1 N2 താഴെയാണ്, അത് സ്റ്റെപ്പ് എന്ന് പറയാം, ഒരു പടി പോലെ ഉയർച്ച. ഇൻ ദി സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ദി ഹോൾ കോർ മെറ്റീരിയൽ ഹാസ് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ക്ലാഡിംഗ് ഹാസ് എ low refractive index. There is a clear step that you understand. Step. ഈ ആ N1 N2 തമ്മിൽ ആ ഗ്രാഫ് നോക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയും. ആ ഗ്രാഫ് നോക്കുക. അപ്പോൾ N1 നിന്നും N2 വരുമ്പോൾ പെട്ടെന്ന് ഇറങ്ങുകയാണ്, സ്റ്റെപ്പ് പോലെ, പടി പോലെ. ഹാസ് എ ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദർ ഇസ് എ ക്ലിയർ സ്റ്റെപ്പ് ഇൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് കോർ ആൻഡ് ക്ലാഡിംഗ്. ഡ്യൂ ടു ദിസ്, the signal received at the output end will not be clear. This type of this effect is called pulse dispersion. അപ്പോൾ അത് നമ്മൾ ഒരു സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ ഒരു ഡിഫക്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞാൽ ഈ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിൽ പെട്ടെന്ന് ഉയർച്ചയുണ്ടാകും, ഒരു വ്യത്യാസമുണ്ടാകും, ഒരു ക്ലിയർ സ്റ്റെപ്പ് ഉണ്ടാകും. ഇത്തരം സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പൾസ് ഡിസ്പേഴ്സനാണ്. അതായത് നമ്മൾ ഇത്തരം ഫൈബറിനകത്ത് കൂടി ലൈറ്റ് ഒരു ഇമേജ് അയക്കുകയാണെങ്കിൽ റിസീവിങ് എൻഡിൽ അത് ചിലപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും, അല്പം മങ്ങി വരും. ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് പൾസ് ഡിസ്പേഴ്സൺ. പൾസ് ഡിസ്പേഴ്സൺ ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ഒരു ചെറിയ ഡിഫക്റ്റാണ്. നെക്സ്റ്റ് ഈസ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഇവിടെ നോക്കി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ റിഫ്രാക്റ്റീവ് പ്രൊഫൈൽ നോക്കി. നമുക്ക് കോറ്, നടുഭാഗം കോറ്, ഔട്ടർ കവറിങ് ക്ലാഡിങ്. പക്ഷേ ഈ കോറും ക്ലാഡിങ്ങും തമ്മിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ സെപ്പറേഷൻ വരുന്ന എവിടെയെന്ന് മനസ്സിലാകത്തില്ല. ഫോർ എ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ദർ ഈസ് നോ ക്ലിയർ ഡിമാർക്കേഷൻ ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ് ഗ്രാജുവലി ഡിക്രീസസ് ആസ് ഷോൺ ഇൻ ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. ഇൻ ദിസ് ഫൈബർ, in the graded index fiber, this is graded index fiber, the section and the refractive index profile are shown. In this graded index fiber, the refractive index is high at the center
and falls off with a radial distance from the axis. ഇവിടെ ഈ ഫൈബറിൻ്റെ പ്രത്യേകത കോറിന് തന്നെ ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പക്ഷേ നടക്കുന്ന നമ്മൾ അരിയിലോട്ട് പോകുന്നതോറും ക്ലാഡിങ്ങിലേക്ക് പോകുന്നതോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്രമേണയാണ് കുറയുന്നത്, ഗ്രാജുവൽ ഫാളിംഗ് ആണ്, അതായത് സ്റ്റെപ്പില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. By constructing the fiber in this way, the ray traces a parabolic path and hence pulse dispersion is avoided. ഈ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ പ്രത്യേകത അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പൾസ് ഡിസ്പേഴ്സൺ ഇല്ല. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ഡിഫക്റ്റാണ് പൾസ് ഡിസ്പേഴ്സൺ. എന്നാൽ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ അത്തരം പൾസ് ഡിസ്പേഴ്സൺ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്, ഇല്ലാതെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓർക്കണം, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നടക്കുന്ന ക്രമേണയാണ് മാറുന്നത്. അതായത് സ്റ്റെപ്പ് ഇൻഡെക്സിൽ പോലെ ഒരു ക്ലിയർ സ്റ്റെപ്പില്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്. ഇതിൻ്റെ തിയറി ക്വസ്റ്റ്യനാണ്. നമുക്കൊരു എസ്സേയുടെ പാർട്ടായിട്ട് വേണേൽ ചോദിക്കാവുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് അക്സെപ്റ്റൻസ് ആംഗിൾ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ പ്രവർത്തനം പഠിക്കുകയാണ്. ഇതിനകത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് അക്സെപ്റ്റൻസ് ആംഗിൾ. ഇൻ എ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ there are two important terms known as numerical aperture and acceptance angle. What are they? That we see in this theory. The numerical aperture is given with the relation Na is equal to root of n1 square minus n2 square. Na is called numerical aperture, n1 is a refractive index of core and n2 that of cladding of a step index fiber. നമ്മൾ പടത്തിൽ നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ കാണിച്ചിരിക്കുകയാണ്. ആ കോർ കാണിച്ചിട്ടുണ്ട്, ക്ലാഡിങ് കാണിച്ചിട്ടുണ്ട്. കോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്, ക്ലാഡിങ് റിഫ്രാക്റ്റീവ് n2 ആണ്. പുറത്ത് എയറാണ്. അപ്പോൾ എയറിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് കോറിലേക്ക് പതിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആൽഫ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ആൽഫ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആകുമ്പോൾ റിഫ്രാക്ഷൻ ആംഗിൾ ഉണ്ട്. ആ റിഫ്രാക്ഷൻ ആംഗിൾ നമ്മൾ 90 - തീറ്റ തൽക്കാലം എഴുതുന്നത്. കാരണം എന്ന് വെച്ചാൽ മുകളിൽ ആംഗിൾ തീറ്റയാണ്. ആ മുകളിലത്തെ ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയാണ്. അപ്പോൾ തീറ്റ ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ വലിയൊരു ആംഗിളായിട്ട് വിചാരിക്കുക. തീറ്റ ഈ കോർ ക്ലാഡിങ്ങിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയൊരു ആംഗിളായിട്ട് വിചാരിക്കുക. അപ്പോൾ റേ ഇതിനകത്തേക്ക് തന്നെ ഈ കോർ ആണെങ്കിൽ തിരിച്ച് പോരണം. അപ്പോൾ എപ്പോഴും ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ അത് തീറ്റ എന്ന് മാർക്കെടുക്കുക. അത് തീറ്റയാണെങ്കിൽ ഈ താഴത്തെ ആംഗിൾ 90 തീറ്റ ആയിരിക്കുമല്ലോ. കാരണം ആ ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്ത് വിചാരിച്ചാൽ മുകളിൽ ആംഗിൾ തീറ്റയാണെങ്കിൽ താഴെ 90 തീറ്റയാണ്. അപ്പോൾ എയറിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൽഫയാണെങ്കിൽ ഇപ്പോഴത്തെ റിഫ്രാക്ഷൻ ആംഗിൾ 90 തീറ്റയാണ്. ഇനി ഞാൻ പറഞ്ഞു തീറ്റ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ വലിയൊരു ആംഗിളാണ്. ഇനി തീറ്റ എന്നുള്ള തീറ്റ സി ആണെങ്കിൽ, ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ താഴത്തെ ആംഗിൾ 90 - തീറ്റ സി ആയിരിക്കും. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഈ പടത്തെക്കുറിച്ച്. Consider a ray of light incident at the core of this step index fiber. Step index fiber as shown in the figure. പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എയറിൽ നിന്ന് കോറിലേക്ക് ലൈറ്റ് വീഴുന്നതായിട്ട് മനസ്സിലാക്കുക. After refraction, the rays incident at the core cladding interface at an angle theta. Theta ഞാൻ പറഞ്ഞു. It undergoes total reflection. അത് ടോട്ടൽ റിഫ്ലക്ഷൻ ആയിട്ട് പോകും. If alpha is alpha max, then theta is equal to theta c. അത് മനസ്സിലാക്കിയേ. ആൽഫയാണ് എയറിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, 90 തീറ്റയാണ് റിഫ്രാക്ഷൻ ആംഗിൾ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയൊരു ആംഗിളാണ്. ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ തീറ്റ സി എന്നാണ് പറയാൻ പോകുന്നത്. തീറ്റ സഫിക്സ് സി. തീറ്റ ഈ പടത്തിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയൊരു ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ റേ അതിനകത്തേക്ക് പോകും. ഇനി തീറ്റ എന്നുള്ളത് തീറ്റ സി ആണെങ്കിൽ, ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ആ റേ ജസ്റ്റ് ഗ്രേസ് ചെയ്യും. തീറ്റയുടെ
ഒരു മിനിമം വാല്യൂ ആണ് തീറ്റ സി, അന്നേരം റേ ജസ്റ്റ് ഗ്രേസ് ചെയ്യും. അപ്പോൾ തീറ്റ സി ഒരു മിനിമം വാല്യൂ ആണെങ്കിൽ 90 മൈനസ് തീറ്റ സി ഒരു മാക്സിമം വാല്യൂ ആയിരിക്കും. അങ്ങനെയാണല്ലോ, തീറ്റ സി ഒരു മിനിമം വാല്യൂ ആണെങ്കിൽ 90 മൈനസ് തീറ്റ സി ഒരു മാക്സിമം വാല്യൂ ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ അതിൻ്റെ മാക്സിമം ആയിരിക്കും. ആൽഫ മാക്സ് എന്ന് പറയും. ഓർത്തുകൊള്ളണം, ആൽഫ മാക്സിമം ആണെങ്കിൽ 90 മൈനസ് തീറ്റ സി മാക്സിമം ആയിരിക്കും, തീറ്റ സി മിനിമം ആയിരിക്കും. അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. If alpha is alpha max, then theta is theta c. ഓർക്കുക, പുറത്തുള്ള ആംഗിൾ പിന്നെ ഏറ്റവും കൂടിയ ആംഗിൾ ആണെങ്കിൽ അകത്തുള്ള ആ തീറ്റ എന്ന് നമ്മൾ മാർക്ക് ചെയ്ത ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ നമ്മൾ എഴുതും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ക്ലാഡിംഗ് അല്ല, നോക്കട്ടെ. ഈ ആൽഫ ഇസ് ആൽഫ മാക്സ്, ദെൻ തീറ്റ ഇസ് തീറ്റ സി, ഇത് ക്രിട്ടിക്കൽ ആംഗിൾ. അവിടെ നമ്മൾ പറയേണ്ടത് കോർ ക്ലാഡിംഗ് എയർ കോർ ഇൻ്റർഫേസിലാണ്. എയർ കോർ ഇൻ്റർഫേസ് അങ്ങനെ എഴുതണം. എയറും കോറും ഇൻ്റർഫേസിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ 90 മൈനസ് തീറ്റ മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ആൽഫ മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ആ ലൈന് തിരിത്തിരിക്കുന്നൊന്ന് നോക്കണേ. അറ്റ് എയർ കോർ ഇൻ്റർഫേസ് ആക്കണം. അറ്റ് എയർ കോർ ഇൻ്റർഫേസ് എന്നാക്കണം. N1 refractive index of core sin alpha max by sin 90 minus theta c. That is N1 refractive index of core ആണ്. Refractive index of core sin alpha max by cos theta c. അറിയാമല്ലോ, sin 90 minus theta is cos theta. So sin 90 minus theta c is cos theta c. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കുക. ഇനി നമ്മൾ എഴുതുന്നെങ്ങനെ നോക്കിക്കേ, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആ മുകളിൽ കാണുന്ന N1 is equal to sin alpha max by cos theta c ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് sin alpha max is equal to N1 cos theta c. സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. sin alpha max is equal to N1 ഇൻറ്റു ഈ cos theta എന്ന് പറഞ്ഞാൽ √1 മൈനസ് sin സ്ക്വയർ തീറ്റ ആണല്ലോ, അങ്ങനെ കൊടുത്തു. അപ്പോൾ വീണ്ടും നമ്മൾ ആ N1 റൂട്ടിനകത്തേക്ക് കൊണ്ടുവരണം. N1 റൂട്ടിനകത്തേക്ക് വരുമ്പോൾ സ്ക്വയർ ആകും. റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N1 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സി. ഇനി വീണ്ടും എഴുതും നമ്മൾ റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N1 സ്ക്വയർ. പിന്നെ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഡെഫിനിഷൻ സൈൻ തീറ്റ ഈസ് 1/n ആണ് പഠിച്ചിട്ടുണ്ട് നമ്മൾ, 1/n. അപ്പോൾ n എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത് ഈ N2 N1 മീഡിയ ആണെങ്കിൽ, ഈ കുറഞ്ഞ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണെങ്കിൽ ഈ സൈൻ തീറ്റ സി N2/N1 ആണ്. അതായത് സൈൻ സി ഈസ് 1/n എന്നുള്ള റിലേഷൻ വെച്ച് നമ്മൾ പറയുന്ന രീതിയാണ്. സൈൻ തീറ്റ സി N2/N1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ സി N2 സ്ക്വയർ ബൈ N1 സ്ക്വയർ അതിട്ടു നമ്മൾ. N1 സ്ക്വയർ വെട്ടിപ്പോവും. അപ്പോൾ എന്ത് കിട്ടും? സൈൻ ആൽഫ മാക്സ് റൂട്ട് ഓഫ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ഇനിയാണ് സ്റ്റെപ്പുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. Sin alpha max is called the numerical aperture NA. So NA is sin alpha max and its equation is root of N1 square minus N2 square. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സൈൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ sin 0, sin 30, sin 60, sin 90 എടുക്കുകയാണെങ്കിൽ ഈ സൈൻ തീറ്റയ്ക്ക് വരാവുന്ന ഏറ്റവും വലിയ വാല്യൂ 1 ആണ് സൈൻ 90ക്ക്. ബാക്കി എല്ലാ വിലക്കും ഈ സൈൻ ആൽഫ അല്ലെങ്കിൽ സൈൻ തീറ്റ ഇപ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ സൈൻ ആൽഫ മാക്സ് ഇപ്പോൾ 90 ഒഴിച്ച് ആൽഫ മാക്സ് 90 ഒഴിച്ച് ബാക്കി എല്ലാ ആംഗിളിലും സൈൻ ആൽഫ മാക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആ മുകളിലത്തേക്ക് എന്ത് കൊടുക്കണം? NA ലെസ് ദാൻ 1. ദാറ്റ് ഈസ് NA ലെസ് ദാൻ 1. സൈൻ ആൽഫ മാക്സ് ലെസ് ദാൻ 1, NA ലെസ് ദാൻ 1. ഓർക്കണം, ഒരു ആംഗിളിൻ്റെ സൈനിന് വരാവുന്ന ഏറ്റവും കൂടുതൽ വാല്യൂ 1 ആണ്. കാരണം സൈൻ 90 1 ആണ്. ബാക്കി എല്ലാ ആംഗിളിനും ഈ സൈൻ ഓഫ് ദി ആംഗിൾ ഈസ് ലെസ് ദാൻ 1. അതുകൊണ്ടാണ് നമ്മൾ NA എഴുതുന്നത്. NA സൈൻ ആൽഫ മാക്സ് ലെസ് ദാൻ 1. ദാറ്റ് ഈസ് NA ലെസ് ദാൻ 1. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ.
സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ആ റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. n=1 is the working principle of step index fiber. പിന്നെ അതിൽ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഒരു കാര്യം കൂടിയുണ്ട്, സൈൻ അക്സെപ്റ്റൻസ് ആംഗിൾ. സൈൻ ആൽഫ മാക്സ് എൻ എ ആണല്ലോ. ദെൻ ആൽഫ മാക്സ് ആംഗിൾ ആൽഫ മാക്സ് ഈസ് കോൾഡ് ഹാഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. ആൽഫ മാക്സിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. ദെൻ 2 ആൽഫ മാക്സ് ഓർ 2 ആൽഫ ഈസ് കോൾഡ് ഫുൾ അക്സെപ്റ്റൻസ് ആംഗിൾ. ആൽഫ മാക്സിനെ ആൽഫ എന്ന് വിളിച്ചാൽ ആൽഫയെ വിളിക്കുന്ന പേരാണ് ഹാഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. അതിന് ഇരട്ടിയെ വിളിക്കുന്ന പേരാണ് ഫുൾ അക്സെപ്റ്റൻസ് ആംഗിൾ. സോ ദി ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ, obtain the condition for the optical fiber to work. അതായത് നമ്മൾ തെളിയിക്കണം n=1 തെളിയിക്കണം. ഡിഫൈൻ ന്യൂമറിക്കൽ അപ്പർച്ചർ, അത് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ആണ്. അതിൻ്റെ അക്സെപ്റ്റൻസ് ആംഗിൾ സൈൻ ആൽഫ മാക്സ് n ആണെങ്കിൽ ആൽഫ മാക്സിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. അതിൻ്റെ ഇരട്ടിയെ വിളിക്കുന്ന പേരാണ് ഫുൾ അക്സെപ്റ്റൻസ് ആംഗിൾ. ആൽഫ മാക്സ് ഈസ് കോൾഡ് ഹാഫ് acceptance angle and it is double value twice alpha, 2 alpha max is called a full acceptance angle. ഇനി ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ്നെസ് ഡിഫറൻസ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ്നെസ് ഡിഫറൻസ് അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ ഡെൽറ്റ ആണ്. ക്യാപിറ്റൽ ഡെൽറ്റ അത് ബെറ്റർ റിലേഷൻ ഈ താഴെ കാണുന്നതാണ്. നമ്മൾ ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ടു ബി ഈക്വൽ ടു ഡെൽറ്റ ഈസ് n1 മൈനസ് n2 ബൈ n1. അതായത് കോർ ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ്നെസ് ഡിഫറൻസ് എടുക്കുക, n1 മൈനസ് n2 ഡിഫറൻസ് എടുക്കുക, അത് n1 കൊണ്ട് കോറിൻ്റെ റിഫ്രാക്റ്റീവ്നെസ് കൊണ്ട് ഹരിക്കുക. ആ സംഖ്യയെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ്നെസ് ഡിഫറൻസ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു n ഹോൾ സ്ക്വയർ ബൈ 2n1 സ്ക്വയർ. ഈ രണ്ട് റിലേഷനും ഡെൽറ്റയുടെ സെയിം റിലേഷനാണ്, രണ്ട് റിലേഷൻ. സോ റിലേറ്റീവ് റിഫ്രാക്റ്റീവ്നെസ് ഡിഫറൻസ് ഈസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു n ഹോൾ സ്ക്വയർ ബൈ 2n1 സ്ക്വയർ ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ടു ബി ഈക്വൽ ടു ഡെൽറ്റ ഈസ് n1 മൈനസ് n2 ബൈ n1. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുകയാണ്. ആ കാൽക്കുലേഷനകത്ത് ചിലപ്പോൾ ഈ ആംഗിൾ കാണുന്നതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും. ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ അവിടെ, ലോജിക്കുണ്ട് അവിടെ. ഞാൻ ആ ലോജിക്ക് ഒന്നുകൂടി പറയാം, നിങ്ങളതൊന്ന് ശരിക്കും മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ആദ്യം നമ്മൾ നോക്കുന്നത് എയർ, പുറത്തുള്ള എയറാണ്. എയറും കോറുമായിട്ട് സ്ഥലത്ത് നോക്കണം. അവിടെ ആൽഫ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, 90 മൈനസ് തീറ്റയാണ് നമ്മൾ റിഫ്രാക്ഷൻ ആംഗിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ n1 ഈ കോറിൽ റിഫ്രാക്ഷൻ n1 സൈൻ ആൽഫ ബൈ സൈൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതാൻ നമുക്ക്. പക്ഷെ അതിന് മുമ്പ് വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ആ കോർ ക്ലാഡിങ്ങിൽ ലൈറ്റ് വന്ന് വീഴുന്നത് നോക്കുക. കോർ ക്ലാഡിങ്ങിൽ തീറ്റയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. തീറ്റ എന്നുള്ള ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളുകൾ വലിയ ആംഗിളായിട്ട് വിചാരിച്ചാൽ ആ റേ അകത്തേക്ക് തന്നെ പോരുള്ളൂ, കോറിലേക്ക് പോരുള്ളൂ. അങ്ങനെ ആണ് കാണിച്ചിരിക്കുന്നത്. കോറിലേക്ക് പോരണം, അങ്ങനെയാണ് ഈ ഫൈബർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് തീറ്റ സിയേക്കാൾ വലിയൊരു ആംഗിളാണ്. അപ്പോൾ തീറ്റ സി എന്ന് പറയുന്നത് അല്പം ചെറിയ ആംഗിളാണല്ലോ. തീറ്റ സി ചെറുതാണെങ്കിൽ 90 മൈനസ് തീറ്റ സി അത് വലുതായിരിക്കും. കാരണം അതിൽ ഇത് കുറയ്ക്കുകയാണ്. തീറ്റ സി ചെറിയ ആംഗിളാണെങ്കിൽ 90 മൈനസ് തീറ്റ സി വലുതായിരിക്കും. 90 മൈനസ് തീറ്റ സി വലുതാണെങ്കിൽ ആൽഫ വലുതായിരിക്കും. കാരണം സൈൻ റേഷ്യോ ആണല്ലോ ഏതെന്ന് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഈ ആൽഫയുടെ വലിയ വിലയെ വിളിക്കുന്ന പേരാണ് ആൽഫ മാക്സ്. അപ്പോൾ ആൽഫ എന്നുള്ള ആംഗിൾ ആൽഫ മാക്സ് ആണെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ ആംഗിൾ 90 മൈനസ് തീറ്റ സി എന്ന് എഴുതണം. പുറത്തുള്ള ആംഗിൾ ഇൻസിഡൻസ് ആംഗിൾ ആൽഫ മാക്സ് എന്ന് എഴുതിയാൽ അകത്തുള്ള ആംഗിൾ 90 മൈനസ് തീറ്റ സി എന്ന് എഴുതണം. എന്നിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യണം. ഇതുപോലെ കോറിൻ്റെതാണ് n1 ഈസ് സൈൻ ആൽഫ മാക്സ് ബൈ സൈൻ 90 മൈനസ് തീറ്റ സി. ബാക്കി സിംപ്ലിഫിക്കേഷനാണ്, ഈസി സിംപ്ലിഫിക്കേഷനാണ്. That is all with your 31st
lecture on complementary physics. Thank you very much.